ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും നമ്മുടെ യൂട്യൂബ് ചാനലായ ചൂയിങ്കത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ്. അപ്പം നാളെ ഡിസംബർ 25 ക്രിസ്മസ് ആണ്. അപ്പം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു സെലിബ്രേഷൻ നടത്താമെന്ന് കരുതി. അപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, കാർത്തികയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി, കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ പാട്ടൊക്കെ ഇതാക്കി ഒരു ക്രിസ്മസിൻ്റെ വൈബ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പം സാധനം സെറ്റാണ്, ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ കറിയും ഗീ റൈസും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സമയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലേറ്റായി, ഇപ്പം തന്നെ 8 മണി കഴിഞ്ഞു, അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പിടിയും കൂടി വെക്കാന്നുള്ള പ്ലാനാണ്. പിടി അത് ചെയ്യുന്നതെല്ലാം പ്രണവേട്ടനാണ്, നമ്മൾ അസിസ്റ്റൻ്റാണ്. ഞാനും കാർത്തികയും ഇന്ന് അസിസ്റ്റൻസ് ആണ്. ബാക്കി മെയിൻ ഷെഫ് പ്രണവേട്ടനാണ്. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് കാണാം. ബായ്. അപ്പം നമ്മൾ ചിക്കൻ കറീൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് വെക്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക് എന്താ? പച്ചമുളകൊക്കെ ഞാൻ കഴുകി വെച്ചു. നീ എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. ഓ കണ്ണു എന്നെ കണ്ണ് നൂറിട്ട് ചിക്കനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കഴുകണം. പിന്നെ ഒരു സൈഡിൽ ഗീ റൈസിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇനിയിപ്പം കാർത്തിക ചിക്കൻ കഴുകും, പ്രണവേട്ട ഗീ റൈസ് ഉണ്ടാക്കും. അപ്പൊ നമ്മള് ചിക്കൻ കറി ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പ്രണവേട്ടന്റെ പിടി. അല്ല, നമ്മള് ക്രിസ്മസ് ആയതുകൊണ്ട് പിടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മള് പിടിക്ക് വേണ്ടിയിട്ടാണിത്. അപ്പൊ നമ്മളിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കുഴച്ച് ഉണ്ടയാക്കിയിട്ട് നമ്മളിതിലേക്ക് ഇതിന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ഇതാട്ടോ. അപ്പൊ ഞാനല്ല ഉണ്ടാക്കിയതല്ലെങ്കിലും തുറക്കാനുള്ള ഒരു ഇത്. കാണുമ്പം തന്നെ ആ ഒരു ലുക്ക്. എവിടെ എന്താ ടേസ്റ്റ് കഴിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ. നമുക്ക് കണ്ടാലറിയാം ചില സാധനങ്ങൾ. ടേസ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാ നമ്മുടെ പിടിയൊന്ന് നോക്കൂ. നോക്കേണ്ട കാര്യമില്ല, ഇത് രുചിച്ച് നോക്കേണ്ട കാര്യമില്ല, പ്രണവേട്ടനെ പോലെ തന്നെ. അപ്പം നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു മൂഡ് പിടിക്കാൻ വേണ്ടി കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമ്മളത് കഴിക്കണം. കഴിക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കാം. അപ്പം നമ്മൾ ചെറുതായിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയിരുന്നു. അതിൽ ചെറിയ പീസൊക്കെ നമ്മൾ കഴിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ വട്ടയപ്പം നമ്മളോട് ചെറുതായിട്ട് പാളിപ്പോയായിരുന്നു. പക്ഷെ ഞാൻ അത് നിങ്ങളോട് പറയാൻ നോക്കാം, പ്രണവേട്ട സമ്മതിക്കുന്നില്ല.
ഞാൻ പറഞ്ഞു നമ്മൾ ഷാൻജിയോ ഒന്നും അല്ലല്ലോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനം, അത് പാളിപ്പോവാൻ ചിലപ്പോൾ സക്സസ് ആവാം. സത്യസന്ധമായിട്ട് പറയണ്ടേ, ഇത് സംഭവം എന്ന് വെച്ചാൽ മിക്സ് ആക്കി അയാളുടെ റെസിപ്പി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. കണ്ടോ? അയാളുടെ റെസിപ്പി കൊള്ളാം, പക്ഷെ ഞാൻ ചെയ്തത് കൊള്ളത്തില്ല. അതിനെന്താ നമ്മൾ സത്യം പറയും. തന്നെ അതാ, ചിലവരുടെ ശരിയാവും ചിലവർ ശരിയാവും, നമ്മളെ ശരിയായില്ല. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പഞ്ഞി പോലെ കളിക്കണം, പിടിക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ ജെല്ലി പോലെ നീ പറഞ്ഞ കാണുമ്പം ഫുൾ സെറ്റ് ആണ്. പക്ഷെ ഇതിങ്ങനെ കഴിക്കുമ്പോ എന്താന്ന് വെച്ചാല് തിക്നെസ് കൂടിപ്പോയി. ഇങ്ങനെ സ്പോഞ്ച് പോലെ കിടക്കണം, ഉള്ളിൽ ഒരു ഓട്ടോ പോലെ എടുക്കുന്നത്. തുടങ്ങിയിട്ടല്ലോ. wish you a merry Christmas and a happy new year. New Year ആയിട്ടില്ല? എന്നാലും ആവാ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ചേർന്നപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. ക്രിസ്മസ് വ്ളോഗ് എന്നൊന്നും പറയാനില്ല, എല്ലാവരും കൂടി ചേർന്ന് വെറുതെ സെറ്റാക്കി ഇതാക്കിയ വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ചൂയിങ്ങം വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.